എല്ലാം ബ്രാൻഡഡ് കോട്ടൺ ഷർട്ട്, കോട്ടൺ പാന്റ്, ഈ ബാഗിനൊക്കെ ഒരു 50 രൂപ മാത്രമേ ഉള്ളൂ. 50 റുപ്യ. 400. ഹായ് ഫ്രണ്ട്സ്, എല്ലാ ഫ്രണ്ട്സിനും അൻസിക ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ സൺഡേ നമ്മുടെ കോഴിക്കോട് മിഠായി തെരുവിൽ പോയിട്ടുണ്ടായിരുന്നേ, SM സ്ട്രീറ്റിൽ. അവിടെ പോയപ്പോൾ വരിയോര കച്ചവടക്കാരെടുത്തായിരുന്നു കൂടുതൽ നമ്മൾ വീഡിയോസ് കവർ ചെയ്തേക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഞങ്ങൾ വീഡിയോ എടുത്തത് ഈ കാണുന്ന ജീൻസ്, പാൻറ്റ്, ഷർട്ട് അതിലേക്കാണ്. ഇതിൽ ഏത് ഷർട്ടും ജീൻസ് എടുത്താലും 100 രൂപ റേറ്റ് മാത്രമേ വരുന്നുള്ളൂ. നല്ല ക്വാളിറ്റിയുള്ള ജീൻസ് ആയിരുന്നു, അത് എടുത്തു പറയേണ്ട കാര്യം തന്നെ. ജീൻസിലേക്ക് വരുമ്പോൾ നല്ല ക്വാളിറ്റി തന്നെ തോന്നിക്കുന്നുണ്ടായിരുന്നു. നമുക്കത് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ സാധനം മേടിക്കാൻ വരുന്നവരൊക്കെ 5ഉം 6ഉം ഒക്കെ വെച്ചിട്ടാണ് എടുക്കുന്നത്. ഇവരടുത്ത് തന്നെ ചുരിദാറിൻ്റെ ടോപ്പും ഉണ്ടായിരുന്നു. ടോപ്പുകൾ കുറവായിരുന്നു, ടോപ്പുകളും ഷർട്ടുകളും കുറവായിരുന്നു. ജീൻസ് ആയിരുന്നു കൂടുതൽ നമുക്ക് കണ്ടത്. പിന്നെ ഞങ്ങൾ അത് കഴിഞ്ഞ് ഞങ്ങൾ നോക്കി ടീഷർട്ടിലേക്കാണ്. ടീഷർട്ടിലേക്ക് വരുമ്പോൾ സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് 50 രൂപ റേറ്റ്. പിന്നെ വലിയ ടീഷർട്ടിനൊക്കെ റേറ്റ് വരുന്നത് 100 രൂപ റേറ്റുമാണ് വരുന്നത്. ഈ ടോപ്പിന് എത്ര? ടോപ്പിനൊക്കെ റേറ്റ് വരുന്നത് 100 രൂപ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിങ്ങനെ ഡിസ്പ്ലേക്ക് ഇട്ടേക്കുന്ന ഒരു പീസായിരുന്നു. അപ്പോൾ ഞാൻ അതിന് റേറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നോക്കിയത് ഷർട്ടിലേക്ക് തന്നെയാണ്. ഷർട്ടും ജീൻസും തന്നെയാണ് കൂടുതൽ വരുന്നത്. ജീൻസിന് ഏതെടുത്താലും 100 രൂപ, ഷർട്ടിനും അതുപോലെ തന്നെ ഏതെടുത്താലും ഷർട്ടിന് 100 രൂപ റേറ്റാണ് വരുന്നത്. അപ്പോൾ കുറേ കളക്ഷൻ ഉണ്ടാകും, നമ്മൾ നോക്കിയെടുക്കണം. പിന്നെ ഞങ്ങൾ നോക്കിയതേ ഈ ഷർട്ടുകൾ ഇങ്ങനെ കൂട്ടിയിട്ടേക്കുമ്പോഴത്തേക്കാണ്. ഷർട്ടുകളൊക്കെ 100, 200 റേറ്റാണ് വരുന്നത്. എല്ലാം ബ്രാൻഡഡ് കോട്ടൺ ഷർട്ട്, കോട്ടൺ പാന്റ്, ജീൻസ്. ഞായറാഴ്ച ദിവസം മാത്രമേ ഉള്ളൂ വരിയോര കച്ചവടക്കാരുള്ളത്. ബാക്കിയുള്ള ദിവസമൊക്കെ വരിയോര കച്ചവടക്കാർ കാണൂല. അപ്പോൾ നമുക്ക് റേറ്റ് കുറവിൽ തന്നെ നമുക്ക് ഇവരുടെ അടുത്തുനിന്ന് വാങ്ങിക്കാൻ പറ്റുന്നതാണ്. അടുത്തടുത്ത് ഇങ്ങനെ വാരി കൂട്ടിയിട്ടേക്കുവാണ് ഡ്രസ്സുകൾ. അപ്പോൾ നമുക്ക് ഏത് വേണമെങ്കിലും നോക്കിയെടുക്കാം. ഇവരുടെ അടുത്ത് തന്നെ ടോപ്പുകൾ, ഷർട്ടുകൾ, ജീൻസുകൾ, ടീഷർട്ടുകൾ, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. ആ ഷർട്ടിനൊക്കെ റേറ്റ് വരുന്നത് 200 രൂപയാണ്. എല്ലായിടത്തും നല്ല തിരക്കാണ്. അപ്പോൾ തിരക്ക് കണ്ടുകൊണ്ട് ഞങ്ങൾ നോക്കിയതാണ്. ഇതിൽ ജീൻസൊക്കെ നല്ല അത്യാവശ്യം നല്ല ജീൻസ് തന്നെ ആയിരുന്നേ. ജീൻസും അതിൻ്റെ കൂടെ തന്നെ ഷർട്ടിൻ്റെ കളക്ഷനും ഉണ്ടായിരുന്നു. ജീൻസ്, പാൻറ്റ്, കാർഗോ എന്നിവയാണുള്ളത്. അപ്പോൾ ഇതിനൊക്കെ റേറ്റ് വരുന്നത് 200 രൂപ റേറ്റാണ്. അപ്പോൾ അതിൽ തന്നെ കുറേ കളക്ഷനും കളറുകളും ഒക്കെ ഉണ്ടായിരുന്നു. അവരുടെ അടുത്ത് തന്നെ കാർഗോ ടൈപ്പും ഉണ്ടായിരുന്നേ. കാർഗോൻ്റെ കുറേ കളക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോയപ്പോൾ ഓരോരുത്തരിങ്ങനെ വാങ്ങിക്കുന്നുണ്ട്. വരുന്നവരൊക്കെ 3ഉം 4ഉം വെച്ചൊക്കെയാണ് വാങ്ങിക്കുന്നത്. ഞങ്ങളന്ന് അവിടെ പോയിട്ടുള്ളത് ഒരു 2 മണി ടൈമിലൊക്കെ ആയിരുന്നേ. അപ്പോൾ ഇങ്ങനെ കളക്ഷനുകളൊക്കെ കുറേ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഒത്തിരി വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ സാധാരണ പോണ വൈകുന്നേരം ടൈമിലാണ്. അപ്പോൾ കുറേ കളക്ഷനൊക്കെ കുറയണ ടൈമാണ്. ആ ടൈമിലാണ് ഞങ്ങൾ പോണത്. അപ്പോൾ ഇവരെടുത്ത് തന്നെ ചെക്കിൻ്റെ ഷർട്ട് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ റയോൺ ടൈപ്പ് കുട്ടികളുടെ ഷർട്ടുകൾ അതൊക്കെ ഉണ്ടായിരുന്നേ. കുട്ടികളുടെ കളക്ഷനുകളും ഒത്തിരി ഉണ്ടായിരുന്നു. അതിനൊക്കെ റേറ്റ് വരുന്നത് 100 രൂപ മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ അടുത്ത് തന്നെ ചെരുപ്പിൻ്റെയും ഷൂസിൻ്റെയും കളക്ഷൻ ഉണ്ടായിരുന്നു. ഷൂസിനൊക്കെ റേറ്റ് വരുന്നത് 200 രൂപ റേറ്റാണ്. സ്റ്റാർട്ടിങ് റേറ്റാണ് 200 രൂപ റേറ്റ് വരുന്നത്. 200, 300 അങ്ങനെയാണ് റേറ്റ് വരുന്നത്. ഇവരടുത്ത് തന്നെ ചെരുപ്പിൻ്റെ കളക്ഷൻ ഉണ്ടായിരുന്നു. ചെരുപ്പിന് റേറ്റ് വരുന്നത് 100 രൂപയാണ്. സ്റ്റാർട്ടിംഗ് ആണ് 100 രൂപ റേറ്റ് വരുന്നത്. അപ്പോൾ കുറേ കളക്ഷൻ ഉണ്ടായിരുന്നു. കുട്ടികളുടെ ചെരുപ്പുകളും ഒക്കെ ഉണ്ടായിരുന്നു ഇതിനകത്ത് തന്നെ. നമ്മൾ 2 ജോഡി ചെരുപ്പൊക്കെ വാങ്ങിക്കുവാണെങ്കിൽ കുറച്ചൊക്കെ അവർ റേറ്റൊക്കെ കുറച്ച് തരുന്നുണ്ടായിരുന്നു. ഈ കടയിലെ തിരക്ക് കണ്ടുകൊണ്ട് കയറിയതാണ്. അപ്പോൾ ഈ കാണുന്ന ബാഗില്ലേ, ഇത് ഏതെടുത്താലും നമുക്ക് 100 രൂപ റേറ്റ് മാത്രമേ വരുന്നുള്ളൂ. ബാഗിൻ്റെ കുറേ കളക്ഷനുകൾ ഉണ്ടായിരുന്നേ. അപ്പോൾ നമ്മൾ 2 സൈഡ് ഇടുന്ന ബാഗില്ലേ, അങ്ങനത്തെ ടൈപ്പും ഉണ്ട്, 1 സൈഡ് ഇടുന്ന ബാഗും ഉണ്ട്. 50 റുപ്യ. വളകൾക്കൊക്കെ സെറ്റോടെ റേറ്റ് വരുന്നത് 50 രൂപ മാത്രമേ ഉള്ളൂ. അത് 4 സെറ്റായിട്ട് 4 എണ്ണം ഉണ്ട്. അതാണ് 50 രൂപ റേറ്റ് വരുന്നത്. ഇവരടുത്ത് തന്നെ കമ്മലിൻ്റെ കളക്ഷൻ ഉണ്ടായിരുന്നു. ഇവിടെ ഏത് ഡ്രസ്സ് എടുത്താലും 50 രൂപ റേറ്റ് മാത്രമേ വരുന്നുള്ളൂ. അതിൽ ഏത് ഡ്രസ്സ് വേണമെങ്കിലും നമുക്ക് എടുക്കാം. അപ്പോൾ ഇവരെടുത്ത് തന്നെ ജീൻസിൻ്റെ കളക്ഷൻ ഉണ്ട്, ഷർട്ടിൻ്റെ കളക്ഷൻ ഉണ്ട്, ടോപ്പ്, കുട്ടികൾക്ക് പറ്റിയ ഷർട്ട്, മാക്സി, എല്ലാ ടൈപ്പും ഉണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ഡ്രസ്സുകളും 50 രൂപ റേറ്റ് മാത്രമേ വരുന്നുള്ളൂ. ഇവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. നമുക്ക് വീഡിയോ എടുക്കാൻ നേരമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത്രയ്ക്കും തിരക്കായിരുന്നു. ഉള്ളിലോട്ടൊന്ന് കയറാൻ പോലും പറ്റുന്നില്ലായിരുന്നു.
ഇവിടെ വരുന്നവരൊക്കെ സാധനങ്ങൾ വാങ്ങിക്കുന്നുമുണ്ട്, കവറിൽ ഒരുപാട് എടുക്കുന്നുണ്ടായിരുന്നു, ഒരുപാട് ഡ്രസ്സുകൾ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ടോപ്പിലേക്ക് വരുമ്പോൾ ടോപ്പൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി തോന്നിക്കുന്നുണ്ടായിരുന്നു. കോട്ടൺ ടോപ്പുകളായിരുന്നു കൂടുതൽ കണ്ടത്. പിന്നെ ഷാൾ ഐറ്റംസിലേക്ക് വരുമ്പോൾ 2 എണ്ണമൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ ഇവരുടെ അടുത്ത് ലെഗിൻസിൻ്റെ കളക്ഷൻ ഉണ്ടായിരുന്നു. ഇതൊക്കെ പഴയ ഡ്രസ്സല്ല കേട്ടോ, ഇതൊക്കെ പുതിയ ഡ്രസ്സുകൾ തന്നെയാണ്. അപ്പോൾ കടകളിൽ ഇരുന്ന് ഇങ്ങനെ പൊടിയൊക്കെ ആയി കുറേ അങ്ങനത്തെ മോഡൽ ഡ്രസ്സാണെന്ന് തോന്നുന്നു, പക്ഷെ നല്ല ക്വാളിറ്റിയും തോന്നിക്കുന്നുണ്ടായിരുന്നു. നമ്മളിപ്പോൾ പുറത്തെ കടയിൽ നിന്ന് എടുക്കുവാണെങ്കിൽ 50 അല്ല, ഇതിന് അതിൽ കൂടുതൽ റേറ്റ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഞങ്ങൾ നോക്കിയത് ടീഷർട്ടിലേക്കും ജീൻസിൻ്റെയും കളക്ഷനാണ്. ടീഷർട്ടിലേക്ക് വരുമ്പോൾ സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് 50 രൂപ റേറ്റാണ്. അപ്പോൾ ഇവരുടെ അടുത്ത് തന്നെ ഷോർട്ട്സ് ഡ്രസ്സും ഉണ്ടായിരുന്നു, ഷോർട്ടായിട്ടുള്ള ഡ്രസ്സുകളും ഉണ്ടായിരുന്നു. പിന്നെ ജീൻസിലേക്ക് വരുമ്പോൾ 200 രൂപ റേറ്റാണ് വരുന്നത്. ടീഷർട്ട് കുട്ടികൾക്ക് പറ്റുന്ന മോഡൽ മുതലുണ്ടായിരുന്നേ. പിന്നെ ഞങ്ങൾ നോക്കിയത് ഈ മിഡീൻ്റെ കളക്ഷനിലേക്കാണ്. മിഡി, ഫ്രോക്ക് അങ്ങനെയുള്ള ഐറ്റംസിലേക്കാണ്. കുട്ടികളുടെ ഡ്രസ്സാണ് കൂടുതൽ. അപ്പോൾ ഇതിൽ ഏതെടുത്താലും റേറ്റ് വരുന്നത് 50 രൂപ റേറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവരുടെ അടുത്ത് തന്നെ കുറേ കളക്ഷനുകളുണ്ടായിരുന്നു. കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റുന്ന ക്യൂട്ടായിട്ടുള്ള ഡ്രസ്സാണ്. അപ്പോൾ ഇവരുടെ അടുത്ത് ഇതിൻ്റെ ഷോളും അങ്ങനെ സെറ്റായിട്ടും ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നോക്കിയത് ഈ ചുരിദാർ സെറ്റിലേക്കാണ്. ചുരിദാർ സെറ്റിന് റേറ്റ് വരുന്നത് 500 രൂപ റേറ്റാണ്. ഷോളും പാൻറ്റും ഉൾപ്പെടെയാണ് റേറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവരുടെ അടുത്ത് തന്നെ റയോൺ ടൈപ്പും ഉണ്ടായിരുന്നു, അതുപോലെ കോട്ടൺ ടൈപ്പും ബനിയൻ ടൈപ്പിലും വരുന്ന ചുരിദാർ സെറ്റുകളായിരുന്നു കൂടുതലുള്ളത്. ഇതിൻ്റെ പാൻറ്റ് വന്നിട്ടുള്ളത് പലാസ സെറ്റാണ്, പലാസയായിട്ടാണ് അതിൻ്റെ പാൻറ്റ് വരുന്നത്. ഇതിൻ്റെ ഷോളിന് അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ടായിരുന്നു. ഇതിൽ തന്നെ ജോർജറ്റിൻ്റെ മോഡലും ഉണ്ടായിരുന്നു ചുരിദാർ സെറ്റ്. പിന്നെ ഞങ്ങൾ നോക്കിയത് സാരീൻ്റെ കളക്ഷനിലേക്കാണ്. സാരിക്ക് റേറ്റ് വരുന്നത് 150 രൂപയാണ് സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത്. ഈ ക്യൂട്ടായിട്ടുള്ള സാരിയിലെ ഇതിന് റേറ്റ് പറഞ്ഞത് 150 രൂപ റേറ്റാണ് പറഞ്ഞത്. കാണുന്ന കൂളിംഗ് ഗ്ലാസ്, വാച്ച് അതിന് റേറ്റ് വരുന്നത് 50 രൂപ റേറ്റാണ്. ബാഗിനും അതുപോലെ റേറ്റ് പറഞ്ഞത് 50 രൂപ റേറ്റാണ്. അപ്പോൾ ഇവരുടെ അടുത്ത് കുറേ കളക്ഷൻ ഉണ്ടായിരുന്നു, വാച്ചിൻ്റെ കുറേ കളക്ഷൻ ഉണ്ടായിരുന്നേ. കുട്ടികൾക്ക് പറ്റിയ വാച്ചാണ് കൂടുതലും ഇവിടെ ഉണ്ടായിരുന്നത്. പിന്നെ ബാഗിലേക്ക് വരുമ്പോൾ റേറ്റ് വരുന്നത് 50 രൂപ റേറ്റാണ്. ബാഗിൽ കുറേ കളക്ഷൻ ഉണ്ടായിരുന്നു, നമുക്കപ്പോൾ നോക്കി എടുക്കാവുന്നതാണ്. ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നു, ഓരോരുത്തരും ഇങ്ങനെ വാങ്ങിക്കുന്നും ഉണ്ടായിരുന്നു. ഇതിൻ്റെ അടുത്ത് തന്നെ ടോയ്സിൻ്റെ കളക്ഷൻ ഉണ്ടായിരുന്നേ. ടോയ്സിലേക്ക് വരുമ്പോൾ റേറ്റ് തുടങ്ങുന്നത് 50 രൂപ റേറ്റാണ്. ഏത് ടോയ്സ് എടുത്താലും റേറ്റ് വരുന്നത് 50 ആണ്. അപ്പോൾ ഇവരുടെ അടുത്ത് തന്നെ ഒത്തിരി കളക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നോക്കിയത് എമർജൻസിയിൽ റാന്തലിൻ്റെ എമർജൻസിയിലേക്കാണ്. ഇതിന് റേറ്റ് വന്നിട്ടുള്ളത് 150 രൂപ റേറ്റാണ്. അപ്പോൾ നമുക്ക് ഏത് സാധനം വേണമെങ്കിലും നമുക്ക് ഇവിടുന്ന് തന്നെ എടുക്കാവുന്നതാണ്. ടോർച്ചൊക്കെ സ്റ്റാർട്ടിങ് റേറ്റ് തുടങ്ങുന്നത് 20 രൂപ റേറ്റാണ്. എല്ലായിടത്തും നല്ല തിരക്കുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ തിരക്ക് കണ്ടുകൊണ്ട് നോക്കിയതാണ്. ഇവിടെ ഏത് സാധനം എടുത്താലും 50 രൂപ റേറ്റാണ് വരുന്നത്. ഇവരുടെ അടുത്ത് തന്നെ ബാഗിൻ്റെ ചെറിയൊരു കളക്ഷൻ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ബൾബ്, ടോർച്ച് അതിൻ്റെ കളക്ഷനായിരുന്നു കൂടുതൽ. ബൾബിലേക്ക് വരുമ്പോൾ 3 ബൾബിന് റേറ്റ് വരുന്നത് 100 രൂപ റേറ്റാണ്. ഒരെണ്ണമായിട്ട് എടുക്കുമ്പോൾ റേറ്റ് വരുന്നത് 50 രൂപ റേറ്റുമാണ്. പിന്നെ ഞങ്ങൾ നോക്കിയത് ടോയ്സിൻ്റെ കളക്ഷനിലേക്കാണ്. ടോയ്സിലേക്ക് വരുമ്പോൾ ഇത് ബാറ്ററി ഇട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ടോയ്സാണ്, കാറൊക്കെ. അപ്പോൾ ഞാനിത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇത് ഓൺ ആവുമോ, ബാറ്ററി ഇട്ട് ഓൺ ആവുമോ? അപ്പോൾ പറഞ്ഞാൽ അത് ഉറപ്പ് പറയാൻ പറ്റില്ല. റേറ്റ് പറഞ്ഞത് 50 രൂപ റേറ്റാണ്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് വാങ്ങിക്കാവുന്നതാണ് ഇതൊക്കെ. ചെരുപ്പിലേക്ക് വരുമ്പോൾ ചെരുപ്പിൻ്റെ സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് 50 രൂപ റേറ്റാണ്. ഇത് ഉള്ളിലേക്കുള്ള മാർക്കറ്റാണ്, SM സ്ട്രീറ്റിൻ്റെ ഉള്ളിലേക്ക് വരുന്ന മാർക്കറ്റാണ്. അപ്പോൾ എനിക്ക് തോന്നിയത് ഇത് 50 രൂപ മാർക്കറ്റാണെന്ന് തോന്നുന്നു. ഇവിടെ ഏത് സാധനം നമ്മൾ വാങ്ങിച്ചാലും 50 രൂപ റേറ്റാണ് അവർ പറയുന്നത്. ഷർട്ടിൻ്റെ തുണിയിലേക്കൊക്കെ വരുമ്പോൾ 50 രൂപ റേറ്റാണ് പറഞ്ഞത്. പിന്നെ ഇവരുടെ അടുത്ത് തന്നെ ബെൽറ്റ്, ബാഗ് അതിൻ്റെ കളക്ഷനൊക്കെ ഉണ്ടായിരുന്നേ. ബാഗിനൊക്കെ റേറ്റ് പറഞ്ഞത് 50 രൂപ റേറ്റാണ്. നമുക്കപ്പോൾ ഒത്തിരി കളക്ഷനുണ്ട്, നമുക്കത് നോക്കിയെടുക്കാവുന്നതാണ്. ഇപ്പോൾ നല്ല തിരക്കും ഉണ്ടായിരുന്നു, ഇവിടെയൊക്കെ നല്ല തിരക്കും തോന്നിക്കുന്നുണ്ടായിരുന്നു. ഇവരുടെ അടുത്ത് തന്നെ കുറേ കളക്ഷനും ഉണ്ടായിരുന്നു. അപ്പോൾ 50 രൂപ അതെനിക്ക് നല്ല ലാഭമായിട്ട് തോന്നിയിട്ടുണ്ട്, നല്ല വെർത്തായിട്ട് തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു. ഈ ക്യൂട്ടായിട്ടുള്ള ബാഗ് കൊള്ളൂല്ലേ, നല്ല ഭംഗിയില്ലേ കണ്ടിട്ട് തന്നെ. ഷർട്ട്, ഇവരുടെ അടുത്ത് ഷർട്ട്, ജീൻസ് അതിൻ്റെ കളക്ഷനാണ്. അപ്പോൾ ഇതൊക്കെ റേറ്റ് 50 രൂപ റേറ്റാണ്. ഞാൻ 50 എന്ന് എടുത്തെടുത്ത് പറയണില്ല, അപ്പം മനസ്സിലാക്കിക്കോളി. ഇതെല്ലാം ഇത് ഏത് നമ്മൾ ഏത് സാധനം വാങ്ങിയാലും 50 രൂപ റേറ്റ് മാത്രമേ വരുന്നുള്ളൂ. പിന്നെ സോപ്പിൻ്റെ കളക്ഷൻ ഉണ്ടായിരുന്നു, ടോയ്സിൻ്റെ കളക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ ഈ പഴയ പാത്രങ്ങളാണ്, ഇതൊക്കെ സ്റ്റീലിൻ്റെ പാത്രങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ വാങ്ങിക്കുന്നവരും ഉണ്ട്. ഇതൊക്കെ റേറ്റ് കുറച്ചാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ 3 പീസൊക്കെ എടുക്കുമ്പോഴാണ് 50 റേറ്റൊക്കെ വരുന്നത്. പിന്നെ പാത്രത്തിൻ്റെ കളക്ഷന് അതുപോലെ തന്നെ നമുക്ക് വാച്ച്, ബെൽറ്റ് അങ്ങനെ ഉള്ള കളക്ഷനുകൾ, ബൾബുകൾ, ഹെഡ്സെറ്റ് അങ്ങനെ കുറേ കളക്ഷനും ഉണ്ടായിരുന്നു. ചെരുപ്പിൻ്റെ കളക്ഷന്, ഡ്രസ്സിൻ്റെ കളക്ഷൻ, അതൊക്കെ നമുക്ക് ഇവിടുന്ന് തന്നെ വാങ്ങിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സൊക്കെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഈ കാണുന്ന ജീൻസിനൊക്കെ റേറ്റ് വരുന്നത് 50 രൂപ റേറ്റാണ്.
അപ്പോൾ ഇവിടെ കുറേ കളക്ഷൻ ഉണ്ടായിരുന്നു, എൻ്റെയൊക്കെ ഒത്തിരി കളക്ഷൻ ഉണ്ടായിരുന്നു. നമുക്ക് ഒത്തിരി ഇവിടെ വരുവാണെങ്കിൽ നമുക്ക് കുറേ ടൈം എടുത്ത് തന്നെ വാങ്ങിക്കേണ്ടി വരും, കാരണം നമുക്ക് ഏതെടുക്കണമെന്നുള്ള കൺഫ്യൂഷനൊക്കെ തോന്നിക്കും. അത്രയ്ക്ക് മോഡൽസ് ആയിട്ടുള്ള ഡ്രസ്സുകളാണല്ലോ ഉള്ളത്. ഇങ്ങനെയുള്ള വരിയോര കച്ചവടക്കാരുടെ നമ്മൾ സാധനം മേടിക്കുമ്പോൾ ഉള്ള ഗുണമെന്ന് വെച്ചാൽ ചെറിയ വില ആയതുകൊണ്ട് തന്നെ നമുക്കും അതൊരു വർത്തായിട്ട് തോന്നുന്നുണ്ട്, അവർക്കും അപ്പോൾ ഒരു സഹായമായിട്ടും തോന്നുന്നുണ്ട്. നമ്മൾ കടയിൽ നിന്നൊക്കെ എടുക്കുകയാണെങ്കിൽ ഇതിൽ നല്ല റേറ്റ് വരുന്നുണ്ട്. ഈ കാണുന്ന ഫ്രോക്കൊക്കെ ഇല്ലേ, അതിനൊക്കെ റേറ്റ് വരുന്നത് 50 രൂപ റേറ്റാണ്. നമ്മളിതൊക്കെ കടയിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ നല്ല റേറ്റ് ആവുന്നുണ്ട്. ഈ ചുരിദാറിൻ്റെ ചെറിയ ചുരിദാർ പീസല്ല ചുരിദാർ സെറ്റ് വരുന്നത് 50 രൂപ റേറ്റാണ്. അപ്പോൾ അത് സെറ്റോടാണ് 50 റേറ്റ് പറഞ്ഞത്. കുട്ടികളുടെ ഡ്രസ്സിനും റേറ്റ് പറഞ്ഞിട്ടുള്ള 50 രൂപ റേറ്റാണ്. ആ കാണുന്ന ഷർട്ടിനൊക്കെ റേറ്റ് വന്നിട്ടുള്ള 100 രൂപ റേറ്റാണ്. ഇങ്ങോട്ട് വരുന്നതൊക്കെ 100 രൂപ റേറ്റാണ്. ഈ കുട്ടികളുടെ ഡ്രസ്സിലെ മിഡീൻ്റെ ആ ഡ്രസ്സിനൊക്കെ റേറ്റ് 50 രൂപ റേറ്റാണ്. ഈ ജീൻസിലേക്ക് വരുമ്പോൾ റേറ്റ് പറഞ്ഞത് 200 രൂപ റേറ്റായിരുന്നു. ഇത് SM സ്ട്രീറ്റിൻ്റെ ഉള്ളിലുള്ള മാർക്കറ്റാണ്, പുറത്തുള്ള മാർക്കറ്റിൽ ഇത് ഉള്ളിലോട്ട് വരുന്ന മാർക്കറ്റാണ്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷനും കാര്യവും ഞങ്ങൾ വീഡിയോയിൽ തന്നെ പറയുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണാൻ ശ്രമിക്കണം ഫ്രണ്ട്സ്. വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. ഈ ടീഷർട്ടിനൊക്കെ റേറ്റ് പറഞ്ഞത് 100 രൂപ റേറ്റാണ്. അപ്പോൾ ഇതിൽ തന്നെ കുറേ കളക്ഷനുകൾ ഉണ്ടായിരുന്നു. ലെങ്തി ടൈപ്പുള്ള ടീഷർട്ട് ഉണ്ട്, അതുപോലെ ഫുൾ സ്ലീവ്, ഹാഫ് സ്ലീവ്, അങ്ങനത്തെ മോഡലായിട്ടുള്ള ടീഷർട്ടുകളുണ്ടായിരുന്നു. അപ്പോൾ കുറേ കളക്ഷനുകൾ ഉണ്ടായിരുന്നു ഇവരുടെ അടുത്ത് തന്നെ. ഇതിൻ്റെ അടുത്ത് തന്നെ ഫാൻസി ടൈപ്പ് സാധനങ്ങളുണ്ടായിരുന്നു. അത് കൂടുതൽ സ്ലൈഡിലേക്കാണ് വരുന്നത്. അപ്പോൾ സ്ലൈഡൊക്കെ സെറ്റായിട്ട് വരുന്നത് 10 രൂപ റേറ്റാണ്. ഈ ക്യൂട്ടായിട്ടുള്ള പൂമ്പാറ്റയില്ലേ, ഇതിന് റേറ്റ് പറഞ്ഞത് 10 രൂപ റേറ്റാണ്. ഒരെണ്ണത്തിനാണ് 10 രൂപ റേറ്റ് പറഞ്ഞത്. ഇതിൽ തന്നെ കുറേ കളക്ഷനുകൾ ഉണ്ടായിരുന്നു, നല്ല ക്യൂട്ടായിട്ട് തോന്നുന്നുണ്ടായിരുന്നു. അതാണ് പെട്ടെന്ന് ഞങ്ങൾ ഇതിൻ്റെ വീഡിയോസ് എടുത്തിട്ടുള്ളത്. ഇതിൽ തന്നെ സിൽവർ കളർ ഉണ്ടായിരുന്നു, ഗോൾഡൻ കളറും ഉണ്ടായിരുന്നു. ഹോൾസെയിൽ റേറ്റിലാണ് അവർ വിൽക്കുന്നത്. അപ്പോൾ നമ്മൾ സെറ്റായിട്ട് എടുക്കുമ്പോൾ കുറേ എടുക്കുമ്പോൾ റേറ്റ് നല്ലപോലെ കുറച്ച് തരുന്നുണ്ടായിരുന്നു. ഇത് ഈ പൂമ്പാറ്റയില്ലേ, ഈ ബട്ടർഫ്ലൈ, അതിൻ്റെ ആ മോഡൽസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഫ്രണ്ട്സ്? അപ്പോൾ കുറേ കളക്ഷൻ ഉണ്ട്, എനിക്കിത് കുറേ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതിൽ തന്നെ മുത്തിൻ്റെ ടൈപ്പ് വരുന്നുണ്ട്, അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ഫ്രൂട്ട്സിൻ്റെ ടൈപ്പ്, അങ്ങനെ കുറേ മോഡൽസ് വരുന്നുണ്ടായിരുന്നു. ഇവിടെ ചെരുപ്പിലേക്ക് വരുമ്പോൾ ക്യൂട്ടായിട്ടുള്ള ചെരുപ്പിനൊക്കെ സ്റ്റാർട്ടിങ് റേറ്റ് തുടങ്ങുന്നത് 50 രൂപ റേറ്റാണ്. ഇതിൽ തന്നെ ഒത്തിരി കളക്ഷൻ ഉണ്ടായിരുന്നു, കുറേ കളക്ഷൻ ഉണ്ടായിരുന്നു. നമ്മളിവിടെ ചെല്ലുവാണെങ്കിൽ നമ്മൾ കുട്ടികൾക്കൊക്കെ പറ്റിയ ചെരുപ്പുകൾ ഇവിടുന്ന് തന്നെ വാങ്ങിക്കാൻ നോക്കും, കാരണം കുറേ കളക്ഷനുകൾ ഉണ്ടായിരുന്നു. 100, 50, 150, 200 അങ്ങനെയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ നമുക്കൊരു കളർ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേറെ ടൈപ്പ് കളർ വേണമെങ്കിൽ അതും ഇവിടെ തന്നെ വാങ്ങിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ചെരുപ്പൊക്കെ ഇങ്ങനെ വാരി കൂട്ടിയിട്ടേക്കുമായിരുന്നു. കാർഗോസ് പാൻറ്റിൻ്റെ കളക്ഷനിലേക്ക് വരുമ്പോൾ റേറ്റ് പറഞ്ഞിട്ടുള്ള 350 രൂപ റേറ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഒത്തിരി കളക്ഷനുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ മൂപ്പരടുത്ത് തന്നെ കുറേ കളക്ഷൻ ഉണ്ടായിരുന്നു. ഇതിൽ തന്നെ ഷോർട്ടായിട്ടുള്ള പാൻസ് അതൊക്കെ ഉണ്ടായിരുന്നു ഇവരുടെ അടുത്ത് തന്നെ. കാർഗോസ് പാൻറ്റിലേക്ക് വരുമ്പോൾ നല്ല കട്ടിയൊക്കെ തോന്നിക്കുന്നുണ്ട്. നമ്മൾ കടയിൽ നിന്ന് എടുക്കുവാണെങ്കിൽ റേറ്റ് ഒരു 700, 800 റേറ്റൊക്കെ വരുന്നിടത്ത് ഇവിടെ അത് 350, 400 റേറ്റൊക്കെ പറയുമ്പോൾ നല്ല വിലക്കുറവായിട്ട് തന്നെ തോന്നുന്നുണ്ടായിരുന്നു. കുറേ കളക്ഷനുകളുണ്ടായിരുന്നു മൂപ്പരടുത്ത് തന്നെ. അടുത്ത് തന്നെ വാച്ചിൻ്റെ കളക്ഷൻ ഉണ്ടായിരുന്നേ. വാച്ചിൻ്റെ കളക്ഷനിലേക്ക് നോക്കിയപ്പോൾ ഈ പഴയ നോട്ടിൻ്റെ കളക്ഷനുകളും ഉണ്ടായിരുന്നു. വാച്ചിനൊക്കെ റേറ്റ് സ്റ്റാർട്ടിങ് റേറ്റ് തുടങ്ങുന്നത് 100 രൂപ റേറ്റാണ്. ഈ നോട്ടില്ലേ അതിനെക്കുറിച്ച് നമുക്ക് വലുതായിട്ടൊന്നും പറഞ്ഞു തരാൻ അറിയില്ല. അപ്പോൾ വീഡിയോ കാണുന്നവർക്ക് ഇത് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വലുതായിട്ടൊന്നും അറിയില്ല. വിദേശ നാണയം ഒക്കെയാണെന്നാണ് മൂപ്പര് പറഞ്ഞത്, വിദേശ നോട്ടുകൾ. അതിൽ തന്നെ പഴയ കളക്ഷനുകളാണ്. അപ്പോൾ ഇതൊക്കെ ആവശ്യമുള്ളവർ മൂപ്പരുമായിട്ട് ഇപ്പോൾ ബന്ധപ്പെടാവുന്നതാണ്. ഇത് 5 രൂപ നോട്ട് മാത്രമേ എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു, ബാക്കി നോട്ടൊന്നും അങ്ങനെ മനസ്സിലായിട്ടില്ലായിരുന്നു. പിന്നെ 2 രൂപ നോട്ടൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൂപ്പരടുത്ത് അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ കാണുന്ന ലുങ്കീസിനൊക്കെ റേറ്റ് തുടങ്ങുന്നത് 100 രൂപ റേറ്റാണ്. ഈ കാക്കാൻ്റെ അടുത്ത് തന്നെ വെള്ള കൈലി, അതുപോലെ തന്നെ കാവി കൈലി, ഒറ്റ കളർ കൈലി, അതെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ജീൻസിൻ്റെ ഷർട്ടിൻ്റെ ഒക്കെ കളക്ഷൻ ഉണ്ടായിരുന്നേ. പിന്നീട് ഞങ്ങൾ നോക്കിയത് ഈ ഇലക്ട്രോണിക് സാധനങ്ങളിലേക്കാണ്. അപ്പോൾ ഇലക്ട്രോണിക് സാധനങ്ങളായിട്ട് ടോർച്ച് ലൈറ്റ് കുറേ ടൈപ്പ് ഉണ്ടായിരുന്നു. അതിന് റേറ്റ് പറഞ്ഞത് 550 രൂപ റേറ്റ് ആയിരുന്നേ. പിന്നെ ടോർച്ചിനൊക്കെ റേറ്റ് സ്റ്റാർട്ടിങ് റേറ്റ് തുടങ്ങുന്നത് ചെറിയ ടോർച്ചിനൊക്കെ 200 രൂപ റേറ്റാണ്. ഈ മസാജറിന് റേറ്റ് പറഞ്ഞത് 250 രൂപ റേറ്റാണ്. അപ്പോൾ എനിക്ക് ഇതിൻ്റെ വിലയൊക്കെ അവർ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് ഇടണമെന്ന് ആഗ്രഹമുണ്ട്. വേറെ ഒന്നുമല്ല, ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് ഈ മ്യൂസിക്കും കാര്യങ്ങളും വരുന്നുണ്ട്, കോപ്പി റൈറ്റ് കയറാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളിത് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ പറയണത്. ഈ ടോർച്ചിനൊക്കെ റേറ്റ് വരുന്നത് 20 രൂപ റേറ്റാണ്, ചെറിയ ടോർച്ചിനൊക്കെ റേറ്റ് വരുന്നത്. ഈ ഫ്ലാസ്കിൻ്റെ ഒക്കെ ഐറ്റംസിൽ ഇതിനൊക്കെ ചെറിയ പൈസ മാത്രമേ വരുന്നുള്ളൂ.
അപ്പോൾ ഇവർ റേറ്റൊക്കെ ചെറിയ റേറ്റ് മാത്രമാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് സാധനങ്ങളും ഈ സൺഡേ മാർക്കറ്റിൽ വന്നാൽ വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ പഴയ ലാൻഡ് ഫോണൊക്കെ ഇല്ലേ, അതൊക്കെ റേറ്റ് കുറവിനാണ് വിൽക്കുന്നത്. പ്ലാസ്റ്റിക്കിൻ്റെ മോർഫ് ഇതിനൊക്കെ റേറ്റ് സ്റ്റാർട്ടിങ് റേറ്റ് തുടങ്ങുന്ന 10 രൂപ റേറ്റ് മാത്രമേ ഉള്ളൂ. ബ്രഷ് അങ്ങനെ ഐറ്റംസ് ഒക്കെ കുറേ ഐറ്റംസുകൾ ഇവിടെ തന്നെ ഉണ്ട്. പ്ലാസ്റ്റിക്കിൻ്റെ ഐറ്റംസാണ് കൂടുതലായിട്ട് കണ്ടത്. പിന്നെ ഈ കാണുന്ന സ്പ്രേക്കൊക്കെ റേറ്റ് തുടങ്ങുന്നത് 100 രൂപ റേറ്റാണ്. അപ്പോൾ ഇവരുടെ അടുത്ത് കുറേ കളക്ഷനുകളുണ്ടായിരുന്നു. അപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ വാങ്ങിക്കുന്നും ഉണ്ടായിരുന്നു. വരിയോര കച്ചവടക്കാരുടെ അടുത്ത് എപ്പോഴും നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ഈ കാണുന്ന ചാർജർ കേബിളിന് റേറ്റ് പറഞ്ഞാൽ 100 രൂപ റേറ്റാണ്. അപ്പോൾ വാറൻറ്റിയൊക്കെ ചെറിയ വാറൻറ്റിയൊക്കെ ഇവർ കൊടുക്കുന്നുണ്ട്. 3 മാസം അങ്ങനെയൊക്കെ വാറൻറ്റിയും കാര്യമൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. ഈ കാണുന്ന ബാറ്ററിക്കൊക്കെ റേറ്റ് തുടങ്ങുന്നത് 30 രൂപ റേറ്റാണ്. സാംസങ്ങിൻ്റെ ബാറ്ററിയാണ് വന്നിട്ടുള്ളത്. സി ടൈപ്പിലെ കേബിളില്ല, സി ടൈപ്പിൽ വരുന്ന അതിന് റേറ്റ് പറഞ്ഞത് 30 രൂപ റേറ്റാണ്. മിഠായി തെരുവിൽ തന്നെ പഴയ സാധനങ്ങളുണ്ട്. ഇലക്ട്രോണിക് സാധനങ്ങളിലേക്കൊക്കെ വരുമ്പോൾ പഴയ സാധനങ്ങളാണ് വരുന്നത്. ഈ DVD, VCR അതൊക്കെ റേറ്റ് വരുന്നത് 1000 രൂപ റേറ്റൊക്കെയാണ് സ്റ്റാർട്ടിങ് റേറ്റ് പറഞ്ഞത്. പിന്നെ ക്രോംഡൻ്റെ എയർ കൂളറില്ലേ, അതിന് റേറ്റ് പറഞ്ഞത് 3000 രൂപ റേറ്റാണ് പറഞ്ഞത്. പിന്നെ ഇതിന് റേറ്റ് പറഞ്ഞത് 400 രൂപ റേറ്റാണ്. ഇവരുടെ അടുത്ത് തന്നെ കുറേ സ്പീക്കറുകളും ഒക്കെ ഉണ്ടായിരുന്നു. ചെറിയ ടൈപ്പിലെ സ്പീക്കറിന് റേറ്റ് തുടങ്ങുന്നത് 150 രൂപ റേറ്റാണ്. ചെറിയ ക്യൂട്ടായിട്ടുള്ള സ്പീക്കറില്ലേ, അതിനൊക്കെ റേറ്റ് വന്നിരുന്നത് 150 പിന്നെ ഇവരുടെ അടുത്ത് തന്നെ ഹെഡ്സെറ്റും ഒക്കെ ഉണ്ട്. ഹെഡ്സെറ്റിന് റേറ്റ് വന്നിട്ടുള്ളത് 40 രൂപ റേറ്റാണ്. ബ്ലൂടൂത്തിൻ്റെ സ്പീക്കറിന് റേറ്റ് വന്നിട്ടുള്ളത് 350 രൂപ റേറ്റാണ്. ആ വലിയ സ്പീക്കറിൻ്റെ റേറ്റ് പറഞ്ഞത് 5 ചെറിയ സ്പീക്കറിന് 3500 രൂപ റേറ്റ് പറഞ്ഞത്. ഈ കാണുന്ന ജീൻസിനൊക്കെ റേറ്റ് തുടങ്ങുന്നത് 100 രൂപ റേറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ സാധനങ്ങളൊക്കെ ഇങ്ങനെ വാരി കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. ഈ ആക്കുവിൻ്റെ കയ്യിലിരിക്കുന്ന തോക്കില്ലേ, അതിന് റേറ്റ് പറഞ്ഞത് 70 രൂപ റേറ്റാണ്. ഫ്രണ്ട്സ്, ഞങ്ങൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇതിൻ്റെ ലൊക്കേഷൻ വന്നിട്ടുള്ളത് പാളയം റോഡിൽ നിന്ന് മുന്നോട്ട് വരുമ്പോൾ റെയിൽവേ ഗേറ്റ് ഉണ്ട്. റെയിൽവേ ഗേറ്റിൻ്റെ മുൻഭാഗത്ത് വരിയോര കച്ചവടക്കാരെ കാണാൻ കഴിയും.